നമസ്കാരം. നാളെ സെപ്റ്റംബർ മാസം 22 ഞായറാഴ്ച, 1200 കന്നിമാസം 6 കാർത്തിക നക്ഷത്രമാണ് നാളെ. സിദ്ധയോഗം സെപ്റ്റംബർ മാസം 22, 23, 24, 25 തീയതികളിൽ ഈ പറയുന്ന 7 നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇവരുടെ ആഗ്രഹങ്ങൾ ഈ ഒരു സമയത്ത് നടക്കാൻ പോവുകയാണ്. 7 നക്ഷത്ര ജാതകർക്ക് അതീവ ഭാഗ്യമാണ് കൈവരിക്കാൻ പോകുന്നത്. എന്നാൽ 5 നക്ഷത്ര ജാതകർ അല്പം കരുതിയിരിക്കുക. കാരണം മറ്റൊന്നുമല്ല, ചന്ദ്രാഷ്ടമമാണ് ഈ നക്ഷത്ര ജാതകർക്ക്. കന്നിമാസം 6 കാർത്തികയാണ് നക്ഷത്രം. കാർത്തിക നക്ഷത്ര നാളിൽ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാൻ എന്ത് വേണമെങ്കിലും നമുക്ക് തന്നോളും. എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, എന്തും തരും. പണം വേണോ, വീട് വേണോ, വാരിക്കോരിത്തരും. പദവി വേണോ, കല്യാണം വേണോ, സന്താനഭാഗ്യം വേണോ, എന്ത് വേണമെങ്കിലും മുരുകൻ കൈയഴഞ്ഞ് സഹായിക്കും. മുരുകന് 12 കൈയാണ്, നമുക്കോ 2 കൈയാണ്. പക്ഷെ മുരുകൻ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കാർത്തിക നാളിൽ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. മുരുകക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, അവിടെ വഴിപാടുകൾ നടത്തുക. മുരുകൻ വാരിക്കോരി നമുക്ക് തരും. കാർത്തിക നക്ഷത്രമാണ് നാളെ. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാടുകളൊക്കെ നടത്തി, ശ്രീ വേലായുധന് വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും വിജയിക്കാൻ കഴിയും. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സ് വയ്ക്കുന്ന കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നടന്നു കിട്ടും. നാളെ കാർത്തികയാണ് നക്ഷത്രം, സിദ്ധയോഗമാണ്. 2 രാശിക്കാർ അല്പം കരുതിയിരിക്കേണ്ട സമയം കൂടിയാണ്. 5 നക്ഷത്ര ജാതകർ അല്പം കരുതി തന്നെ ഇരിക്കുക. എന്നാൽ 7 നക്ഷത്ര ജാതകർക്കോ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം, ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കുന്ന സമയം, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം, ഒരു അപ്രതീക്ഷിതമായ ധനനേട്ടം ഈ നക്ഷത്ര ജാതകർക്ക് ഈ വരുന്ന 5 ദിവസത്തിനുള്ളിൽ ഇവർക്ക് നടന്നു കിട്ടും. എന്നാൽ 2 രാശിക്കാർ അല്പം കരുതിയിരിക്കുക. അവരാരാണ്, അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എന്നാൽ ഭാഗ്യം ഒരുപാട് സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകർ ആരൊക്കെയാണ്? അവർക്ക് സംഭവിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കൃത്യമായി അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പതിവ് പൂജകൾക്ക് ശേഷം എല്ലാ ഭക്തർക്കും വേണ്ടിയിട്ട് ഒരു ചെറിയ വിശേഷാൽ പൂജ ചെയ്യുന്നുണ്ട്. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും. ഒരുപാട് പേർക്ക് അതിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും നിങ്ങൾക്കും അങ്ങനെ ഒരു വലിയ നേട്ടം വന്നു ചേരും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമന്റ് ബോക്സിൽ കുറിച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. എല്ലാ രീതിയിലും സൗഭാഗ്യം വന്നു ചേരുന്ന 5 ദിനങ്ങൾ. എന്നാൽ കന്നി തുലാം രാശിക്കാർക്ക് ഇത് ചന്ദ്രാഷ്ടമത്തിന്റെ നാളുകൾ തന്നെയാണ്. ചന്ദ്രാഷ്ടമത്തിന്റെ നാളുകൾ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ ആ ഒരു സമയത്ത് നടന്നു എന്ന് വരില്ല. ചില അപകടങ്ങളിൽ ചെന്ന് നമ്മൾ പെട്ടെന്നിരിക്കാം. അതിലൊക്കെ നമുക്കൊരു കെയർ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെയൊക്കെ വളരെ നിഷ്പ്രയാസം നമുക്ക് തള്ളിമാറ്റുവാൻ സാധിക്കും. ആവശ്യമില്ലാതെ വഴക്കുണ്ടാകുക, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അരോചകമായി നമ്മളിൽ തെറ്റുകൾ ഉണ്ടാക്കി നമ്മളോട് വഴക്കുണ്ടാക്കുക, ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. ധനനഷ്ടം സംഭവിക്കാം. അതുപോലെ ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഈ 2 രാശിക്കാർ അല്പം കരുതിയിരിക്കുക. ഈ 5 ദിവസങ്ങളിൽ അവർ യഥാക്രമം ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, കന്നിയും തുലാൻ രാശിക്കാരും. ചന്ദ്രാഷ്ടമമാണ്, അല്പം കരുതിയിരിക്കുക ഈ 5 നാളുകൾ. അപ്പോൾ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും നാളെ ചന്ദ്രാഷ്ടമം. അതിനുശേഷം ചിത്തിരയ്ക്കും ചോതിക്കും വിശാഖത്തിനും
ചന്ദ്രാഷ്ടമം. അപ്പോൾ ഈ 5 ദിനങ്ങൾ കരുതിയിരിക്കുക, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളൊന്ന് കെയർ ചെയ്യുക, അത്രമാത്രം ചെയ്യുക. ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന, ഒത്തിരി സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുന്ന ആ 7 നക്ഷത്ര ജാതകരെ നമുക്കറിയാം. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതിയാണ്. അശ്വതി നക്ഷത്ര ജാതകർ ചെയ്യേണ്ടത് ഗരുഡന് വഴിപാട് നടത്തുക. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. ഒരുപാട് ധനാഭിവൃദ്ധി വന്നു ചേരും. അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് 2-ൽ വ്യാഴം നിൽക്കുന്നു, 3-ൽ കുജൻ, 5-ൽ ബുധൻ, ആദിത്യൻ, ശുക്രൻ, കേതു, 11-ൽ ശനി, 12-ൽ രാഹു. ഇതാണ് ഇവരുടെ ഗ്രഹനില. അപ്പോൾ ഒരു പുതിയ വീട്ടിലേക്കൊക്കെ താമസം മാറുവാനും അല്ലെങ്കിൽ ഒരു പുതിയ വീടൊക്കെ വെക്കുവാനുമുള്ള യോഗം ഈ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു അവസരത്തിൽ വന്നു ചേരും. എന്നാൽ ചില ആൾക്കാരുമായി കലഹത്തിനൊക്കെ ഇടയും വന്നു ചേരാം. ചുമ്മാ തെറ്റുകൾ നമ്മളോട് ആരോപിക്കുക, നമ്മൾ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും നമ്മളെ തെറ്റുകാരനായി ചിത്രീകരിക്കുക, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ദോഷങ്ങൾ വന്നു ചേരാം. എന്നാൽ അവിടെ നിന്നൊക്കെ നിങ്ങൾ നിഷ്പ്രയാസം രക്ഷപ്പെടും. ഗരുഡൻ വഴിപാട് നടത്തി മുന്നോട്ട് പോവുക. ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ഒരുപാട് അപവാദങ്ങളൊക്കെ ഇതിനിടയ്ക്ക് ധാരാളം കേട്ടിട്ടുള്ളവർ തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകർ. എന്നാൽ ഇതിൽ നിന്നുമൊക്കെ ഒരു മാറ്റം വന്നു ചേർന്ന് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു. അതുപോലെ തന്നെ ഒരു പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ആ ജോലിയൊക്കെ നിങ്ങൾക്ക് കിട്ടുക ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും സാധിക്കും. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട കദളിപ്പഴം വഴിപാടായി അല്ലെങ്കിൽ നിവേദ്യമായി അർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ, ഉയർച്ചകൾ വന്നു ചേരുവാൻ കാരണമാകും. അശ്വതിക്ക് ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന സമയമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. സെപ്റ്റംബർ 28-ാം തീയതി ഏകാദശി വ്രതമാണ്. ആ ഏകാദശി വ്രതമൊക്കെ അശ്വതി നക്ഷത്ര ജാതകർ എടുക്കുന്നത് അവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസം 29-ാം തീയതി പ്രദോഷവ്രതമുണ്ട്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ സെപ്റ്റംബർ 23-ാം തീയതി പകൽ 10:13 ബുധൻ കന്നിരാശിയിലേക്ക് പകരും. അത് ആ ഒരു ഗോചരഫലവും അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായി കാണുവാൻ സാധിക്കും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ധന്വന്തരി ഭഗവാന് വഴിപാടുകളൊക്കെ ചെയ്യുക. മുരുകക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും വഴിപാട് ചെയ്യുക. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടും. ഒരു ആൺസന്തതിയൊക്കെ ജനിക്കുവാനുള്ള യോഗം, വിവാഹമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ഒരു ആൺസന്തതിയൊക്കെ ജനിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം പുണർതമാണ്. വിനായകന് വഴിപാട് ചെയ്യുക. ഗണപതി ഹോമം നടത്തി പ്രാർത്ഥന നടത്തുക. അത് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾക്ക് കാരണമാകും. 4-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂര നക്ഷത്രമാണ്. ദേവീ ക്ഷേത്രത്തിൽ അഭിഷേകം നടത്തി പ്രാർത്ഥിക്കുക. മറ്റ് വഴിപാടുകളൊന്നും ചെയ്യേണ്ട, മറ്റു വലിയ വഴിപാടുകളോ പരിഹാരങ്ങളോ ഒന്നും ചെയ്യേണ്ട. ദേവീ ക്ഷേത്രത്തിൽ പോയി അർച്ചന ചെയ്ത് അഭിഷേകമൊക്കെ നടത്തി പ്രാർത്ഥന നടത്തുക. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാട നക്ഷത്ര ജാതകർ ഗണപതി ഭഗവാന് മോദക വഴിപാട് നടത്തുക. അതൊക്കെ ഒരുപാട് സൗഭാഗ്യവും നേട്ടവും ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുതരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും. അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രം രക്ഷപ്പെടുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പതിവായി പോവുക, പാൽപായസം അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. അതൊക്കെ ഭാഗ്യം വർദ്ധിക്കാൻ, നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുവാൻ കാരണമാകും. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഒരു പുത്രഭാഗ്യം വന്നു ചേരാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ വീട് വയ്ക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല നല്ല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു. ദേവിയെ ദർശിക്കണം. ദേവിയെ ദർശിച്ച് പ്രാർത്ഥന നടത്തുക, അർച്ചന നടത്തുക. വലിയ വഴിപാടുകളൊന്നും നടത്തണ്ട. ഏതായാലും ഈ വരുന്ന സമയം ഇവരെ സംബന്ധിച്ച് ഒരുപാട് സൗഭാഗ്യവും നേട്ടവും സമ്പൽ സമൃദ്ധിയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. അപ്പോൾ നാളെ കാർത്തിക നക്ഷത്രമാണ്. മുരുക വഴിപാടൊക്കെ നടത്തി മുന്നോട്ട് പോവുക. രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി നിങ്ങളുടെ സമയം തന്നെയാണ്, നിങ്ങളുടെ ഉയർച്ചയുടെ സമയം തന്നെയാണ്. അങ്ങനെ വലിയ രീതിയിൽ രക്ഷപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.